നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എംപിമാരായ കെ സുധാകരനും എം.കെ. രാഘവനും ഹൈക്കമാൻഡ് ഇളവ് നൽകിയേക്കും. സുധാകരനെ കണ്ണൂരിലും രാഘവനെ കോഴിക്കോട് നോർത്തിലും മത്സരിപ്പിക്കാനാണ് നീക്കം. കോന്നിയിൽ അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കാൻ ആലോചനയുണ്ടായിരുന്നുവെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ തിരിച്ചടിയാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. കോൺഗ്രസിന്റെ ഭൂരിഭാഗം എംപിമാർക്കും നിയമസഭയിലേക്ക് മോഹമുണ്ടെങ്കിലും 2 പേർക്ക് മാത്രമാകും നറുക്ക് വീഴാൻ സാധ്യത. കണ്ണൂർ പിടിക്കാൻ കെ സുധാകരനെയും കോഴിക്കോട് നോർത്തിൽ എം.കെ. രാഘവനെയും കളത്തിലിറക്കാനാണ് നീക്കം. കനഗോലുവിന്റെ സർവേ റിപ്പോർട്ടുകളുടെയും DCC നേതൃത്വങ്ങൾ സമർപ്പിച്ച ശുപാർശകളുടെയും അടിസ്ഥാനത്തിലാണ് തീരുമാനം. സുധാകരന് പുറമെ കണ്ണൂരിൽ പരിഗണിച്ച 2 പേർക്കും വിജയസാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. എ. പ്രദീപ് കുമാറിനെയാണ് കോഴിക്കോട് നോർത്തിൽ CPM വീണ്ടും പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലം പിടിക്കാൻ എം.കെ. രാഘവനല്ലാതെ മറ്റൊരു പേര് നേതൃത്വത്തിന് മുന്നിലില്ല. കോന്നിയിൽ അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കാൻ ഹൈക്കമാൻഡ് ആദ്യം ആലോചിച്ചിരുന്നു. അതിനിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാന പ്രചാരണ വിഷയമാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന UDF-ന് അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വം തിരിച്ചടിയാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. ഇതിനൊപ്പം തിരുവനന്തപുരത്ത് കെ മുരളീധരനെ മത്സരിപ്പിക്കാനും നേതൃതലത്തിൽ ധാരണയായിട്ടുണ്ട്. നേരത്തെ KS ശബരിനാഥിന്റെ പേരായിരുന്നു ഇവിടേക്ക് പറഞ്ഞു കേട്ടത്. എന്നാൽ ശബരിനാഥിനെ അരുവിക്കരയിൽ വീണ്ടും മത്സരിപ്പിച്ചാൽ സീറ്റ് തിരിച്ചുപിടിക്കാനാകുമെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. അതിനിടെ അരുവിക്കര സീറ്റ് ആവശ്യപ്പെട്ട് MM ഹസനും രംഗത്തുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.